നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഈ മാസം 20-ന് അധികാരമേൽക്കാനിരിക്കെ വമ്പൻ തിരിച്ചടി. പീഡന കേസുകളിൽ പലതവണ പെട്ടിട്ടുള്ള ട്രംപ് എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ ജീൻ കാരലിന് 42 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വിധി. ഏറെക്കാലം ഇതേ കേസിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ചെങ്കിലും ട്രംപ് ഇത്തവണ പെട്ടു. 42 കോടി രൂപ വൻ വ്യവസായിയും സമ്പന്നനുമായ ട്രംപിന് നിസ്സാരമാണെങ്കിലും കോടതിയുടെ ശിക്ഷ വല്ലാത്ത പുകിലായിരിക്കുന്നു. ഒട്ടും വൈകാതെ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ്. വസ്ത്രക്കടയിൽ വസ്ത്രം മാറിക്കൊണ്ടിരിക്കെ ജീൻ കാരലിനെ ട്രംപ് കടന്നുപിടിച്ച് മാനഭംഗപ്പെടുത്തിയെന്നാണ് വിവാദ കേസ്. ഇന്ത്യയിലായിരുന്നെങ്കിൽ ട്രംപിന് ഇങ്ങനെയൊരു കേസിൽപ്പെട്ടാൽ പ്രസിഡന്റ് ആവുക അസാധ്യമായി തീർന്നേനെ. മാത്രവുമല്ല, കുറഞ്ഞത് 10 വർഷം തടവ് ശിക്ഷയും കിട്ടുമായിരുന്നു. എഴുത്തുകാരി ജീൻ കാരൽ സമർപ്പിച്ച ലൈംഗിക അതിക്രമ കേസിൽ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 42 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന കോടതി വിധി അമേരിക്കയിലെ അപ്പീൽ കോടതിയാണ് ശരിവച്ചിരിക്കുന്നത്. ലൈംഗിക അതിക്രമത്തിന് 17 കോടി രൂപയും മാനനഷ്ടത്തിന് 25 കോടി രൂപയും ട്രംപ് നൽകണമെന്നാണ് കോടതി ഉത്തരവ്. 3 ജഡ്ജിമാരടങ്ങിയ പാനലാണ് നിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. മുമ്പ് പ്രസ്താവിച്ച വിധിയിൽ ജില്ലാ കോടതിക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിക്കാൻ ട്രംപിനായിട്ടില്ലെന്ന് അപ്പീൽ കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വിധിക്കെതിരെ മേൽക്കോടതിയിൽ ഉടൻ അപ്പീൽ നൽകാനാണ് ട്രംപിന്റെ തീരുമാനം. എത്ര കാലം വരെ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് മടിയില്ലെന്നും നഷ്ടപരിഹാരം നൽകാൻ തയ്യാറല്ലെന്നുമാണ് ട്രംപിന്റെ നിലപാട്. സംഭവം നടക്കുമ്പോൾ ട്രംപ് നന്നായി മദ്യപിച്ചിരുന്നെന്നും ചെയ്ത കൃത്യത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നുമാണ് അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നത്. എഴുത്തുകാരിയായ കാരൽ ഡൊണാൾഡ് ട്രംപിനെതിരെ 2019-ലാണ് ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയത്. 1996-ൽ മാൻഹാട്ടനിലെ ആഡംബര വസ്ത്രശാലയിൽ വസ്ത്രം മാറുന്ന മുറിയിൽ വെച്ച് ട്രംപ് തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് ഇപ്പോൾ 80 വയസ്സുള്ള കാരലിന്റെ ആരോപണം. ശക്തനും കോടീശ്വരനുമായ ട്രംപിനെ ഭയപ്പെട്ടാണ് 20-ലേറെ വർഷം ഇക്കാര്യം പറയാതിരുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം 2019-ലാണ് ഇവർ ആദ്യമായി ട്രംപിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ തന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് വഴി കാരലിനും ജഡ്ജിക്കുമെതിരെ ട്രംപ് അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതും വലിയ വിവാദമായിരുന്നു. മാത്രവുമല്ല, അതിജീവിതയ്ക്കെതിരെ ട്രംപ് കൂടുതൽ ആക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്തിരുന്നു. നിലവിൽ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റുമാരിൽ പലരും ഇത്തരത്തിൽ പീഡന കേസുകളിൽ പെട്ട സാഹചര്യത്തിൽ അമേരിക്കക്കാർക്ക് ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഇത്തരമൊരു പീഡന കേസ് നിലനിൽക്കെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് 2ാം തവണയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. കള്ളുകുടിയനെന്നും വിടുവായനെന്നും അറുംവഷളെന്നുമൊക്കെ ആക്ഷേപമുണ്ടെങ്കിലും ട്രംപിനെ അമേരിക്കൻ ജനത എന്നും സ്നേഹിക്കുന്നു. അവർക്ക് കമലാ ഹാരിസിനേക്കാൾ ട്രംപിനെയാണ് വിശ്വാസം. 3 ഭാര്യമാരും 3 ആൺമക്കളും 2 പെൺമക്കളും 10 പേരക്കുട്ടികളുമുള്ള താരമാണ് ഡൊണാൾഡ് ട്രംപ്. അന്തരിച്ച ഇവാന ട്രംപ്, മാർല മാപ്പിൾസ്, മെലാനിയ ട്രംപ് എന്നിവരാണ് ട്രംപിന്റെ ഭാര്യമാർ. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭാര്യ ഇവാന ട്രംപ് 73-ാം വയസ്സിൽ 2 വർഷം മുൻപാണ് അന്തരിച്ചത്. ചെക്കോസ്ലോവാക്യയിൽ ജനിച്ച ഇവാന 1970-കളിലാണ് US-ലേക്ക് കുടിയേറിയത്. 1977-ൽ ഡൊണാൾഡ് ട്രംപിനെ വിവാഹം കഴിച്ചു. 1992-ൽ ഇരുവരും വിവാഹമോചിതരായി. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ചുമതലയേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ട്രംപ്. ആരൊക്കെയാകും മന്ത്രിമാർ എന്നത് വ്യക്തമല്ല. സ്റ്റേറ്റ് സെക്രട്ടറി, പ്രതിരോധ സെക്രട്ടറി തുടങ്ങിയ പ്രധാന സ്ഥാനങ്ങളിലേക്ക് ആരെയാകും ട്രംപ് നിയോഗിക്കുക എന്ന് കാത്തിരിക്കുകയാണ് ലോകം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.